സഹകരിച്ചതും അവർക്കൊരു 10 വീട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ സാങ്ഷൻ മേടിച്ചു. അപ്പോൾ നാളെ രാവിലെ 10 മണിക്കാണ് നമ്മൾ സ്വാഗത സംഘം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇതിനു വേണ്ടി എത്രയോ ആൾക്കാരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരെയും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നാളെ സ്വാഗത സംഘത്തിലേക്ക് കളക്ടറിൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു സ്വീകരണമാണ്. പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്വാഗത സംഘം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത് സ്വാഗത സംഘം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിറക്കെടുക്കുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഭാഗത്തിൽ നിന്നും എല്ലാ കൗണ്ടേഴ്സൊക്കെ നമ്മൾ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാരും ഫേസ് 1 ഗുണഭോക്താക്കളുടെ നിറക്കെടുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന ആൾക്കാരിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ സമയത്തിൽ തന്നെയാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നതും. സോ ദാറ്റ് അവർക്ക് വാട്ടർ കണക്ഷനും പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെ മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും രേഖകളും അവിടെ തന്നെ നമുക്ക് മാക്സിമം കൊടുക്കണം എന്നാണ് നമ്മൾ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പരമാവധി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നവംബർ മാസം വരെ ഇവിടെ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വേഗത്തിൽ നമുക്ക് ഫിസിക്കൽ കംപ്ലീഷനിലേക്ക് എത്തിയത് തന്നെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അത് ഉടൻ നമുക്ക് ബാക്കിയുള്ള STP കമ്മീഷനിങ് അങ്ങനെയുള്ള ചെറിയ കുറച്ച് വർക്ക്സും ഉണ്ടാവും. സോ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ താമസിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവും. 178 വീടുകളാണ് 178. 5-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട CM ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. എല്ലാ മന്ത്രിമണ്ഡലവും അവിടെ ഉണ്ടായിരിക്കും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ ഗണ്യമാന്യ വ്യക്തികളും സ്റ്റേറ്റിൻ്റെ എല്ലാ പ്രമുഖമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഒരു മഹത്തായ ഒരു ഘട്ടമാണ്, ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മൾ എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കുന്നതും. സോ ഇതിലെ പരിപാടിയിലെ എല്ലാവരും നല്ല രീതിയിൽ പങ്കാളികളാവണം. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു വിജയമാണ്, അതുപോലെ തന്നെ നമ്മുടെ വയനാടിൻ്റെയും ഒരു വിജയം തന്നെയാണ്. സോ പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നടക്കുന്നുണ്ടോ? അവർ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി നമുക്ക് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ക്ലോസ് ആക്കിയിട്ടില്ല. ഇപ്പോഴും ആരെങ്കിലും വന്നിട്ട് നമ്മളെ മുമ്പിൽ പറയുവാണെങ്കിലും നമ്മൾ ഒന്നും കൂടി അത് നമ്മൾ നോക്കിയിട്ട് നിലവിലുള്ള ഗൈഡ് ലൈൻസ്, നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. സോ അത് അനുസരിച്ചിട്ട് അവർക്ക് അർഹത ഉണ്ടെങ്കിൽ നമുക്കതും കൂടി പരിഗണിക്കുക. അതിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ദുരന്ത ബാധിതർക്കും അവരുടെ ചാനൽസൊക്കെ ഓപ്പണാണ്. ഗവൺമെൻറ് ലെവലിലെ ഹിയറിംഗ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഫൈനലായിട്ടില്ല. സോ സ്റ്റിൽ അങ്ങനെ വിഷമിക്കുന്ന ഒരു ആവശ്യവും വേണ്ട. സെൻട്രൽ ഗവൺമെന്റ് ഈ പൈസ മേടിച്ചു പോയി ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു? കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നും ഉത്തരവെടുത്തിട്ട് അവരെ വീട്ടിൽ കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി. ഇനിയും എൻ്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 വർഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ച് കൊടുക്കണം പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത്ര നല്ല രീതിയിൽ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ അവർ 15 ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്നാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ റീഫണ്ട് ചെയ്തു ആരെങ്കിലും? കുറച്ച് ആൾക്കാരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ലെവലിലാണ് നമ്മൾ കൊടുത്തത്. സോ അത് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരം വന്നിട്ടുണ്ട്. സോ അവർക്ക് നമുക്ക് വീട്. അത് ഏതെങ്കിലും ഭവന പദ്ധതിയിൽ പെട്ട ആളുകളാണോ? സന്നദ്ധ സംഘടനകൾ ഏതെങ്കിലും നടപ്പാക്കുന്ന? അത് നമുക്ക് ബാധകമല്ല. ബിക്കോസ് പ്രൈവറ്റിലെ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ മാത്രമാണ് നമ്മൾ നോക്കാറുള്ളൂ. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പോളിസി ആയിരുന്നു, പുറത്ത് വേണമെങ്കിൽ നിങ്ങൾ 15 ലക്ഷം മേടിക്കാം, വേറെ വീട് കിട്ടുവാണെങ്കിലും അവർ സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതല്ലാതെ പുറത്തൊരാളിന് വീട് കിട്ടിയത് കൊണ്ട് നമ്മളിവിടെ ഒഴിവാക്കുക അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കളായിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് 15 ലക്ഷം മേടിക്കാം, അവർ ഒരു വീടും അർഹതയുണ്ട്. അത് മാത്രം നമ്മൾ നോക്കാം. ഉദ്ഘാടനത്തിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് തത്കാലം എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ല. ബഹുമാനപ്പെട്ട MP ഉണ്ടായിരിക്കും. നമ്മുടെ ക്ഷണത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രതിനിധിയെക്കുറിച്ച് എനിക്കിപ്പോൾ ഇൻഫർമേഷൻ ഇല്ല.